ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ദ വീഡിയോ. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് സ്റ്റോക്സിൻ്റെ ബേസിക്സോ കാര്യങ്ങളോ ഒന്നുമല്ല. നിങ്ങളെ വെറുപ്പിക്കുന്ന കാര്യങ്ങളോ ഒന്നുമല്ല. നമ്മളിന്ന് പഠിക്കുന്നത് സ്ട്രാറ്റജിയാണ്. നമ്മൾ ഇൻട്രാഡേയിൽ ട്രേഡ് ചെയ്യാൻ പറ്റിയ ഒരു ബെസ്റ്റ് സ്ട്രാറ്റജി എന്നൊക്കെ പറയാം. ബെസ്റ്റ് സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ബയേഴ്സ് ട്രേഡ് ചെയ്യുന്ന സ്ട്രാറ്റജിയാണ് ഞാൻ ഇന്ന് പറഞ്ഞുതരാൻ പോകുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, മാർക്കറ്റിൽ രണ്ട് തരം ട്രേഡേഴ്സാണ് ഉള്ളത്. ഇൻസ്റ്റിറ്റ്യൂഷണൽ ട്രേഡേഴ്സും പിന്നെ ആരാണ് റീറ്റെയിൽ ട്രേഡേഴ്സ്, നമ്മളെപ്പോലുള്ള റീറ്റെയിൽ ട്രേഡേഴ്സ്. ഇൻസ്റ്റിറ്റ്യൂഷണൽ ട്രേഡേഴ്സ് ആണ് മെജോറിറ്റി മാർക്കറ്റിൽ പ്രോഫിറ്റ് ക്രിയേറ്റ് ചെയ്തതും റീറ്റെയിൽ ട്രേഡേഴ്സിനെ ലോസിലോട്ടാക്കുന്നതെല്ലാം മെജോറിറ്റി നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ട്രേഡേഴ്സാണ്. അപ്പം നമ്മൾ റീറ്റെയിൽ ട്രേഡേഴ്സിന് കണക്ക് പ്രൈസ് ആക്ഷൻ പോലെ ഈ സപ്പോർട്ട് റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യുമ്പോൾ എൻട്രി എടുക്കുക, ആ ഒരു രീതി നമ്മൾ വിട്ടിട്ട് നമ്മൾ ഏറ്റവും ബെറ്റർ ഇൻസ്റ്റിറ്റ്യൂഷണൽ ട്രേഡേഴ്സിൻ്റെ ഫുട് പ്രിൻറ്റ്സ് ഫോളോ ചെയ്യുക. അതാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള സ്ട്രാറ്റജി. അപ്പോൾ നമ്മൾ ഇക്വിറ്റിയിൽ മെജോറിറ്റി ഇൻസ്റ്റിറ്റ്യൂഷണൽ ട്രേഡേഴ്സ് കുറവായിട്ടാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. എപ്പോഴും പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെന്നില്ല. ചില ടൈംസിലാണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലേയേഴ്സ് മെജോറിറ്റി നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിലെ സ്റ്റോക്സിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. ആ ടൈം എന്ന് പറയുമ്പോൾ ഒരു മോർണിംഗ് ഒരു 9:15 ടു 11 അല്ലെങ്കിൽ 11:30, 11 ആ റേഞ്ചിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യും. പിന്നെ ഒരു 11 ടു 2 അല്ലെങ്കിൽ 11 ടു 1 ആ റേഞ്ചിൽ മാർക്കറ്റ് ഡെഡ് കണ്ടീഷനിലായിരിക്കും. കൂടുതൽ മാർക്കറ്റ് മൂവ്മെൻറ്റ്സോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. അത് കഴിഞ്ഞിട്ട് ഒരു 1 PM ടു 3:13 ആ ഒരു PM പിന്നെ ഒരു മൂവ്മെൻറ്റ് കാണും. നമുക്ക് ഈ ചാർട്ടിൽ തന്നെ നോക്കുമ്പോൾ കാണാം, NTPCയുടെ ചാർട്ട് തന്നെ കാണുമ്പോൾ 1 ടു പിന്നാണ് ഒരു മൂവ്മെൻറ്റ് നടന്നിരിക്കുന്നത്. ആ ഒരു ഉച്ച സമയത്തെല്ലാം മാർക്കറ്റ് ഡെഡ് കണ്ടീഷൻ പോലെ സൈഡ് ബൈ സൈഡ് ചോപ്പിയായിട്ടൊക്കെ ഒരു മാർക്കറ്റ് കണ്ടീഷനാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. അപ്പോൾ നമുക്ക് ഏറ്റവും ബെറ്റർ ആയിട്ട് ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലേയേഴ്സ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ടൈമിൽ ട്രേഡ് എടുക്കുക. അത് മെയിനായിട്ടൊരു കാര്യമാണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ്. നമുക്ക് ആ ടൈമിൽ ട്രേഡ് എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഞാൻ പറഞ്ഞൊരു സ്ട്രാറ്റജി അനുസരിച്ച് ഈ സ്ട്രാറ്റജി നമുക്കൊരു 1 PM കഴിഞ്ഞിട്ട് ആ ഒരു 1 PM ഉള്ള ട്രേഡാണ് ഞാൻ പറഞ്ഞിരുന്നത്. മോർണിംഗ് ഉള്ള ട്രേഡ്സും ഉണ്ട്. ഞാനിപ്പോൾ പറയുന്ന സ്ട്രാറ്റജി എന്ന് പറയുമ്പോൾ 1 PM ഉള്ള ടൈം ഫ്രെയിമിലുള്ള 1 PM കഴിഞ്ഞിട്ടുള്ള ഒരു ടൈം ഗ്യാപ്പിൽ നമുക്ക് ട്രേഡ് നോക്കാവുന്ന ഒരു സ്ട്രാറ്റജിയാണ് പറഞ്ഞു തരുന്നത്. അതുപോലെ നമ്മളെ ഈ ഒരു ചാർട്ട് 5 മിനിറ്റ് ടൈം ഫ്രെയിമിലാണ്. നിങ്ങൾക്ക് കാണാം ഇവിടെ 1 മിനിറ്റ് ഉണ്ട്, 5 മിനിറ്റ് ഉണ്ട്, 15 മിനിറ്റ് ഉണ്ട്. നമുക്ക് കുറേ ടൈം ഫ്രെയിംസ് അവൈലബിൾ ആണ്. നമ്മൾ 5 മിനിറ്റ്സിലാണ് ഈ സ്ട്രാറ്റജി, നമ്മൾ ഓരോ സ്ട്രാറ്റജിയും ഓരോ ടൈം ഫ്രെയിമിലാണ് നമ്മൾ ബിൽഡ് ചെയ്യുന്നതും ടെസ്റ്റ് ചെയ്യുന്നതെല്ലാം. അപ്പോൾ ഈ സ്ട്രാറ്റജി നമ്മൾ ബിൽഡ് ചെയ്തേക്കുന്നത് 5 മിനിറ്റ് ടൈം ഫ്രെയിമുള്ള സ്ട്രാറ്റജിയാണ്. ഈ സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ നമുക്ക് ലോങ് പോകുന്ന സ്ട്രാറ്റജിയാണ്. ഷോർട്ട് എൻട്രീസ് ഇല്ലാത്ത സ്ട്രാറ്റജിയാണ്. ലോങ് എൻട്രീസ് മാത്രമുള്ള സ്ട്രാറ്റജിയാണ് ഈ സ്ട്രാറ്റജി. ഓരോ ഓരോ എൻട്രീസിനും ചിലപ്പം ലോങ്ങും ബൈയും ഉള്ള, ഷോർട്ടും ലോങ്ങും ഉള്ള സ്ട്രാറ്റജീസ് ഉണ്ട്. ലോങ് മാത്രമുള്ള സ്ട്രാറ്റജീസ് ഉണ്ട്. ലോങ് എടുക്കുന്നതെന്ന് പറഞ്ഞാൽ മാർക്കറ്റ് മുകളിലോട്ട് പോകുമ്പോൾ മാത്രമുള്ള സ്ട്രാറ്റജീസ് ഉണ്ട്, താഴോട്ട് പോകുമ്പോൾ സ്ട്രാറ്റജീസ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ പറഞ്ഞു തരുന്നതെന്ന് പറഞ്ഞാൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ബയേഴ്സ് ബൈ ചെയ്യുമ്പോൾ ഉള്ള സ്ട്രാറ്റജിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലേയേഴ്സിൻ്റെ കൂടെയാണ് ട്രേഡ് ചെയ്യേണ്ടത്. അപ്പോൾ അവരുടെ ഫുട് പ്രിൻറ്റ്സ് ഫൈൻഡ് ഔട്ട് ചെയ്യുക, അതാണ് നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ അവരുടെ ഫുട് പ്രിൻറ്റ്സ് നമ്മൾ ഫൈൻഡ് ചെയ്യുക. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ChatGPT അല്ലെങ്കിൽ അല്ലാത്ത സ്ക്രീനേഴ്സിൽ പോയിട്ട് ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലേയേഴ്സ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന സ്റ്റോക്സ് കണ്ടെത്തുക എന്നുള്ളതാണ്. നിങ്ങൾക്കിപ്പോൾ ഇവിടെ കാണാമെന്നുള്ള ഞാൻ കുറച്ച് സ്റ്റോക്സ് വാച്ച് ലിസ്റ്റിൽ ആഡ് ഇട്ടിട്ടുണ്ട്. അതെല്ലാം മെജോറിറ്റി ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലേയേഴ്സ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന സ്റ്റോക്സ് ആണ്. മോർണിംഗും ഈവനിങ് ആയിട്ടുള്ള സെഷൻസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന സ്റ്റോക്സ് ആണ്. നിങ്ങൾക്ക് ChatGPT അല്ലെങ്കിൽ അത് സ്ക്രീൻസിൽ പോയാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഫൈൻഡ് ചെയ്യാൻ പറ്റുന്ന സ്റ്റോക്സ് ആണ് ഇതെല്ലാം. അപ്പം നമുക്ക് നേരെ എൻട്രിയിലോട്ട് പോകുന്നതിന് മുമ്പ് ഞാൻ കുറച്ച് ക്രൈറ്റീരിയ പറയാം. അതായത് ഈ സ്ട്രാറ്റജി വർക്ക് ചെയ്യണമെങ്കിൽ 3-4 കൺഫർമേഷൻസ് എന്തായാലും നിങ്ങൾ എടുത്തിട്ട് മാത്രമേ നിങ്ങൾ സ്ട്രാറ്റജി ടെസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. ഈ ഒരു 3 കാര്യങ്ങൾ മൈൻഡിൽ ഓർത്തിരിക്കാം. ഒന്നാമത്തെ കാര്യം എന്ന് പറയുമ്പോൾ നമ്മുടെ സ്റ്റോക്ക് ഈ 1:30 എന്നുള്ളൊരു കാര്യമാണ്, അല്ലെങ്കിൽ 1 PM അല്ലെങ്കിൽ 1:30 എന്നുള്ളൊരു ടൈം ഫ്രെയിമാണ് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ കണക്കാക്കേണ്ടത്. അതിന് മുമ്പ് വരുന്ന ട്രേഡ്സ് ഒന്നും നമ്മൾ കൺസിഡർ ചെയ്യാൻ പാടില്ല. ഒരു 1 PM ഒക്കെ ആകുമ്പോഴത്തേനും, അല്ലെങ്കിൽ 12:30 കഴിഞ്ഞിട്ട് ഒരു 12:45 ടു ആ ടൈം ഫ്രെയിമിൽ ഒരു 1 ഒക്കെ ആകുമ്പോഴത്തേനും മാർക്കറ്റിൽ നമ്മൾ കയറുക.
അപ്പം നമുക്ക് കയറുമ്പോൾ തന്നെ മാർക്കറ്റ് ചോപ്പിയാണോ അല്ലെങ്കിൽ ഒരു 3-4 ക്യാൻഡിൽ, അല്ല 5 ക്യാൻഡിൽ, മിനിമം ഒരു 5 ക്യാൻഡിലൊക്കെ ഒരു ചോപ്പി സൈഡ്, ഒരു സൈഡ് വേസ് മാർക്കറ്റ് ആയിട്ടാണ് ഈ ഒരു മാർക്കറ്റ് കണ്ടീഷൻ ഞാനിപ്പോൾ NTPC എടുത്തപ്പോൾ തന്നെ വന്നതാണ്. അതായത് ഒരു വലിയ മൂവ്മെന്റ് ഇല്ലാതെ ഒരു 5 ക്യാൻഡിലൊക്കെ 1 2 3 4 5 ക്യാൻഡിൽസ് ഒക്കെ വലിയ മൂവ്മെന്റ് ഇല്ലാത്ത, വോളിയം ഇല്ലാത്ത ക്യാൻഡിൽസ് ആയിരിക്കണം. വോളിയം ഇല്ലാത്ത ഇൻ ദി സെൻസ് വോളിയം കുറവായിരിക്കണം. ഇവിടെ നോക്കുമ്പോൾ കാണാം നിങ്ങൾക്ക് വോളിയം ഈ സൈഡിലായിട്ടാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇവിടെ വോളിയം കാണാം എത്രത്തോളമാണ്. അപ്പോൾ ഈ ക്യാൻഡിലൂടെ ടച്ച് ചെയ്യുമ്പോഴത്തേനും നമുക്ക് ഇവിടെ വോളിയം 87 കാണാം, 81, 47, 133, 77K, അങ്ങനെ ആ റേഞ്ചാണ് ഇവിടെ നടത്തിയത്. അപ്പോൾ അതുപോലത്തെ ഒരു വോളിയം അവിടെ ഒരു സൈഡ് വൈസ് മാർക്കറ്റും ആയിരിക്കണം, വോളിയം ഈ ഒരു ലെവലിലും ആയിരിക്കണം. നിങ്ങൾക്ക് ഇവിടെ ഇതൊക്കെ സൈഡ് വൈസ് മാർക്കറ്റ് എന്നൊക്കെ വേണമെങ്കിൽ സൈഡ് വൈസ് മാർക്കറ്റാണ് പറയാം. അത് കഴിഞ്ഞിട്ട് സൈഡ് വൈസ് മാർക്കറ്റ് നല്ലൊരു വോളിയത്തോടെ ബ്രേക്ക് ചെയ്തിരിക്കണം. അപ്പോൾ ഇവിടെ ഇത് നല്ലൊരു വോളിയത്തോടെ ഈ ഒരു ക്യാൻഡിൽ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. നല്ല വോളിയം ഇൻ ദ സെൻസ് ഡബിൾ ദ വോളിയം വേണം. ഇതിൻ്റെ ഈ ഒരു ക്യാൻഡിൽസിൻ്റെ ഒക്കെ ആവറേജിനെക്കാട്ടി ഡബിൾ ദ വോളിയം വേണം. അപ്പോൾ ഈ ക്യാൻഡിൽസ് ഒക്കെ ആവറേജ് നോക്കുകയാണെങ്കിൽ 177, 47, 80, ഒരു 80 റേഞ്ചാണ് ഇവിടെ എല്ലാം കാണുന്നത്. ഇവിടെ നോക്കുകയാണെങ്കിൽ ഡബിൾ ദ വോളിയം ഉണ്ട്. 80യുടെ ഡബിൾ എന്ന് പറയുമ്പോൾ 160, 160യുടെ മുകളിൽ വോളിയം ഇവിടെ എന്തായാലും ഉണ്ട്. അതുകൊണ്ട് അപ്പം നമുക്കൊരു ആ ഒരു കൺഫർമേഷൻ ഓക്കെ ആയി. പിന്നെ അടുത്ത കൺഫർമേഷൻ വരുന്നതെന്ന് പറഞ്ഞാൽ ആ ക്യാൻഡിൽ ഒരു ബൈയിങ് ക്യാൻഡിലായിരിക്കണം, അല്ലാതെ ഇതാ ഇങ്ങനത്തെ ക്യാൻഡിൽസ് ആവരുത്. ഇപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാം ഇങ്ങനത്തെ ക്യാൻഡിൽസ് ആവരുത്, ഡോജി ക്യാൻഡിൽസ് ആവരുത്. അങ്ങനത്തെ ഒരു ക്രൈറ്റീരിയയും കൊണ്ട് അപ്പോൾ ഒരു പെർഫെക്റ്റ് ബൈയിങ് ക്യാൻഡിലായിരിക്കണം. ബോഡീസ് നല്ല ക്ലോസ് ആയിരിക്കണം. വിക്സ് ഒരുപാട് ലോങ് ആയിരിക്കരുത്, ഇതുപോലത്തെ വിക്സ് ആയിരിക്കരുത്. ബൈയിങ് ക്യാൻഡിലായിരിക്കണം. ക്യാൻഡിൽസിനെ പറ്റിയൊക്കെ നിങ്ങൾ എന്തായാലും ഒരുപാട് പഠിച്ചു കാണാം. അപ്പോൾ നമ്മൾ ബേസിക്സിലേക്ക് ഒരുപാട് കിടക്കുന്നില്ല. അപ്പോൾ അങ്ങനൊരു ക്യാൻഡിലും കൂടെ ആണ് കൺഫർമേഷൻ ആണെങ്കിൽ നമുക്ക് നേരെ ആ ക്യാൻഡിൽ ക്ലോസ് ചെയ്യും. 5 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ചെയ്യുമ്പോഴത്തേന് 5 മിനിറ്റ്സ് ക്യാൻഡിൽ ഒരു ബുള്ളിഷ് ക്യാൻഡിൽ ആണെങ്കിൽ ക്ലോസ് ചെയ്യുമ്പോഴത്തേന് നെക്സ്റ്റ് ക്യാൻഡിൽ, ഈ റെഡ് ക്യാൻഡിൽ ആണല്ലേ, നെക്സ്റ്റ് ക്യാൻഡിൽ ഓപ്പൺ ആവുന്ന അറ്റ് ദാറ്റ് സെക്കൻഡ് നമുക്ക് ട്രേഡ് എടുക്കാം. എന്നിട്ട് നമ്മൾ അതിൻ്റെ SL കൺസിഡർ ചെയ്യുന്നത് സ്വിംഗ് ലോ ആണ്. ആ കൺസോൾഡേറ്റ് ആയതിൻ്റെ സ്വിംഗ് ലോയിൽ നമ്മൾ SL പ്ലേസ് ചെയ്യുക. അത് കഴിയുമ്പോഴത്തേന് നമ്മൾ 1:1 റേഷ്യോയിൽ മാത്രമേ ടാർഗറ്റ് സെറ്റ് ചെയ്യുക. 1:1.5, 1:2 ഒക്കെ സെറ്റ് ചെയ്യുന്നവരുണ്ട്. ഈ സ്ട്രാറ്റജി ബിൽഡ് ചെയ്തേക്കുന്ന 1:1 റേഷ്യോയിലുള്ള പ്രോഫിറ്റ് റേഷ്യോയിലുള്ള സ്ട്രാറ്റജിയാണ് ഇത്. ഓരോ സ്ട്രാറ്റജിയും ഓരോ റിസ്ക് റിവാർഡ് റേഷ്യോ ഉണ്ട്. സ്ട്രാറ്റജി അനുസരിച്ചാണ്, സ്ട്രാറ്റജി ബാക്ക് ടെസ്റ്റ് ചെയ്തിട്ട് മാത്രമേ റേഷ്യോ നമ്മൾ ഫിക്സ് ചെയ്യാവൂ. ഇപ്പം ഞാൻ ഇതിനകത്ത് ഫിക്സ് ചെയ്തേക്കുന്നത് 1:1 റേഷ്യോ ഉള്ളത് ഒരു സ്ട്രാറ്റജിയാണിത്. മെജോറിറ്റി ഇപ്പം എല്ലാവരും ചോദിക്കുന്നത് 1:1 റേഷ്യോ എടുത്താൽ പ്രോഫിറ്റബിൾ ആയിരിക്കും ഓവറോൾ. 1:1 റേഷ്യോ എടുക്കുവാണെങ്കിൽ പ്രോഫിറ്റബിൾ ആയിരിക്കും എന്ന് തന്നെയാണ് ആൻസർ. കാരണം ഒരു 10 ട്രേഡ് എടുക്കുവാണെങ്കിൽ 8 ട്രേഡും പ്രോഫിറ്റബിൾ ആണെങ്കിൽ 1:1 റേഷ്യോ ഗുഡാണ്. അതായത് നമ്മുടെ വിന്നിങ് റേഷ്യോ ഗുഡ് ആണെങ്കിൽ നമ്മുടെ റേഷ്യോ 1:1 ആണെങ്കിലും പെർഫെക്റ്റ് ആണ്. അതിപ്പോൾ സമയം 1:2 റേഷ്യോ നമ്മൾ എടുക്കുവാണെങ്കിൽ ഇപ്പം 8 ട്രേഡ്സിൽ ഇതിനകത്ത് 1:2 വന്നിട്ടുണ്ട്. നോക്കാം 1:2 വന്നിട്ടുണ്ടോ. ഇതിനകത്ത് 1:2 വന്നിട്ടില്ല. അപ്പം ഇപ്പോൾ നമ്മൾ 1:2 റേഷ്യോ എടുക്കുവാണെങ്കിൽ കുറേ നമ്മൾ എൻട്രീസ് എടുക്കുന്നു. അതിനകത്ത് ഒരു 3 എൻട്രീസ് മാത്രമേ 1:2 റേഷ്യോയിലോട്ട് വന്നുള്ളൂ. ബാക്കിയെല്ലാം 1:1 റേഷ്യോ കഴിഞ്ഞിട്ട് താഴോട്ട് പോയി നമ്മുടെ SL അടിക്കുകയാണ്. അല്ലെങ്കിൽ 1:2 റേഷ്യോ അച്ചീവ് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ ഇപ്പോൾ 10 ട്രേഡിൽ ഒരു 2 ട്രേഡ് മാത്രമേ, 2 അല്ലെങ്കിൽ 3 ട്രേഡ് മാത്രമേ പ്രോഫിറ്റബിൾ ആവുന്നുള്ളൂ. ബാക്കിയെല്ലാം SL ആണ്. അല്ലെങ്കിൽ നമുക്ക് ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ ആ ഓവറോൾ മന്തിൽ ലോസിലായിരിക്കും. നമ്മുടെ സ്ട്രാറ്റജി ഏതിനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്? 1:1 റേഷ്യോ ആണോ, 1:2 റേഷ്യോ ആണോ, 1.5 റേഷ്യോ ആണോ? അത് നമ്മൾ ഫിക്സ് ചെയ്തിട്ട് മാത്രമേ നമ്മൾ ടാർഗറ്റ് സെറ്റ് ചെയ്യാൻ പാടുള്ളൂ. അത് നമ്മൾ ബാക്ക് ടെസ്റ്റ് ചെയ്യുമ്പോഴത്തേന് നമുക്ക് 1:1 റേഷ്യോ ആണ് ഇതിന് പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു റിസ്ക് റിവാർഡ് റേഷ്യോ. ഈ സ്ട്രാറ്റജി പെർഫെക്റ്റ് ആയിട്ട് റിസ്ക് റിവാർഡ് റേഷ്യോ. അപ്പം നമ്മൾ ആ സ്ട്രാറ്റജി അനുസരിച്ച് റിസ്ക് റിവാർഡ് സെറ്റ് ചെയ്തതനുസരിച്ച് നമ്മൾ ഇവിടെ നെക്സ്റ്റ് ക്യാൻഡിൽ എൻട്രി എടുത്തു. ഇത് ഇന്നലെ ഇന്നലത്തെ മാർക്കറ്റാണ്. അപ്പം നമ്മൾ അടുത്ത എൻട്രി എടുത്തു. SL ഇതിൻ്റെ
അതായത് നമ്മുടെ സ്വിംഗ് ലോയുടെ അടിയിലായിട്ട് പ്ലേസ് ചെയ്തു. എത്രയാണ് 1.335 ആണ് ഇതിൻ്റെ സ്റ്റോപ്പ് ലോസ്. അതുപോലെ തന്നെ 1.35 നമ്മൾ ടാർഗറ്റ് സെറ്റ് ചെയ്യുക. നമ്മൾ വെയിറ്റ് ചെയ്യുക. സാധാരണ ഈ ഒരു ടൈം എന്ന് പറയുമ്പോൾ മൂവ്മെൻ്റ് ഉള്ള മാർക്കറ്റാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വൈകിട്ട് സമയമാകുമ്പോഴത്തേന് മൂവ്മെൻറ്റ് നടക്കും. പക്ഷേ ഈ സിനാരിയോയിൽ ഇപ്പോഴത്തെ ഈ മൂവ്മെൻറ്റ് കണ്ടിട്ടായിരുന്നു ഞാൻ മൂവ്മെൻറ്റ് നടക്കുന്നത് അനുസരിച്ച്. പക്ഷേ ഇവിടെ കുറച്ച് നേരം ചോപ്പിയായിട്ട് തന്നെ നിന്നു. അത് കഴിഞ്ഞിട്ട് അതേ സ്ഥലത്തൊരു റീടെസ്റ്റ് തന്നിട്ടാണ് ചോപ്പിയായിട്ട് വന്നിട്ട് ഒരു 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 അപ്പ് മൂവ്മെൻറ്റ് തന്നു. പിന്നെ ഒരു റീടെസ്റ്റ് കടന്നിട്ടാണ് നേരെ മാർക്കറ്റ് ടാർഗറ്റിൽ അടിച്ചത്. അപ്പോൾ ഈസി ആയിട്ട് ടാർഗറ്റ് അച്ചീവ് ചെയ്യുന്നുള്ളൂ. ആദ്യമേ നിങ്ങൾ എല്ലാവരും ഈ സ്ട്രാറ്റജി ഒരു 1 മന്തോളം എങ്കിലും ബാക്ക് ടെസ്റ്റ് ചെയ്തിട്ട് മാത്രമേ നിങ്ങൾ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യാവൂ. അതുപോലെ തന്നെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ബയേഴ്സ് ഉള്ള സ്റ്റോക്സിൽ മാത്രമേ ഇത് ട്രൈ ചെയ്യാവൂ. അല്ലാത്ത സ്റ്റോക്സിൽ ഇത് ട്രൈ ചെയ്യുകയാണെങ്കിൽ ഇത് ഫെയിലായിരിക്കും. അപ്പം നിങ്ങൾ എന്തായാലും ഈ സ്ട്രാറ്റജി ട്രൈ ചെയ്തിട്ട് ബാക്ക് ടെസ്റ്റ് ചെയ്യുക. അതായത് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല, എപ്പോഴും ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് ഞാൻ പറയില്ല. നിങ്ങൾ ബാക്ക് ടെസ്റ്റ് ചെയ്യുക. ഈ സ്ട്രാറ്റജി ഒരു 1 മന്ത് അല്ലെങ്കിൽ ബാക്ക് ടെസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ ഡൗട്ട്സ് ചോദിക്കുക. എന്തൊക്കെയാണ് നിങ്ങളുടെ മെയിൻ ഡൗട്ട്സ്, ഈ സ്ട്രാറ്റജിയിലുള്ള മെയിൻ ഡൗട്ട്സ് എന്തൊക്കെയാണെന്ന് ചോദിക്കുക. ഞാൻ ചോദിച്ചാൽ ഈസി ആയിട്ട് ഞാൻ കമൻറ്റ് സെക്ഷനിൽ ചോദിച്ചാൽ ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ വേറെ ഏതെങ്കിലും സ്ട്രാറ്റജീസ് ബാക്ക് ടെസ്റ്റ് ചെയ്യണമെങ്കിലോ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓപ്പണായിട്ട് ചാറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. അത് എന്ത് പൊട്ടത്തരമാണെങ്കിലും നോ വറീസ്, പൊട്ടത്തരങ്ങളെല്ലാം ക്ലിയർ ചെയ്തിട്ട് മാത്രമേ മാർക്കറ്റ് ഇൻവെസ്റ്റ് ചെയ്യുക. അതിപ്പോൾ ക്യാൻഡിൽ ഡൗട്ട് ആണെങ്കിലും ക്യാൻഡിൽ എന്താണ് ഇങ്ങനെ പോകുന്നത്, എന്താണ് ആ വിക്ക് അവിടെ വന്നത്, ഇത് പൊട്ടത്തരമാണെങ്കിൽ അത് ചോദിക്കുക. കാരണം ആ ഒരു ചെറിയ ഡൗട്ട് വരെ നമ്മുടെ പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ ആ ചെറിയ ഡൗട്ട് വരെ നമ്മൾ ക്ലിയർ ചെയ്തിട്ട് മാത്രമേ ഇൻവെസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. എനിവേ, താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. See you at the next video.